നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ, SK ഹോസ്പിറ്റൽ ഒപ്റ്റിമൽ ഓങ്കോളജി ക്യാൻസർ സെൻ്ററിലെ ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് സംസാരിക്കാവുന്ന എന്താണ് ക്യാൻസർ, എങ്ങനെയൊക്കെ നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാം, ക്യാൻസറിനെ തടയാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും വിഭജിക്കും അല്ലേ? 1 2 ആകും, 2 4 ആകും, 4 8 ആകും. അങ്ങനെ ശരീരത്തിലെ കോശങ്ങളെല്ലാം വിഭജിക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ശരീരത്തിലെ ഈ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് ക്യാൻസർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കോശങ്ങൾ നിയന്ത്രിതമായി വിഭജിക്കുമ്പോൾ അനിയന്ത്രിതമായി ക്യാൻസർ ഈ കോശങ്ങൾ വിഭജിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ കോശങ്ങൾക്ക് അനിയന്ത്രിതമായി വിഭജിക്കുന്ന ഈ കോശങ്ങൾക്ക് ഒന്നുകിൽ അവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഓർഗൻസിലോട്ട് പടരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ മാറിലെ ആ ക്യാൻസറിലെ കോശങ്ങൾക്ക് ഒന്നുകിൽ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കഴലുകളിലോട്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ടോ എല്ലിലോട്ടോ നട്ടലിലോട്ടോ കരളിലോട്ടോ പടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോഴാണ് നമ്മൾ സ്റ്റേജ് 4 ക്യാൻസർ നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. 4ാമത്തെ സ്റ്റേജിലെ ക്യാൻസറാണ്, ഇനി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇല്ല, ഇനി നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് ക്യാൻസർ. നമുക്ക് ഈ ക്യാൻസറിനെ എങ്ങനെയൊക്കെ നമുക്ക് വരാതെ സൂക്ഷിക്കാം എന്നറിയണമെങ്കിൽ ആദ്യം നമുക്കറിയേണ്ടത് ക്യാൻസറിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങൾ? നമ്മുടെ പ്രായം അല്ലേ? പ്രായം കൂടി വരുന്തോറും വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ പ്രായം കൂടുതലായിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. അതേപോലെ മാറിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നതിനെക്കാട്ടിയും കൂടുതലാണ് പ്രായം കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ, മാറിലെ സ്ഥാനാർബുദം വരാനുള്ള സാധ്യതകൾ. അപ്പോൾ പ്രായം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഫാക്ടറാണോ? അല്ല. അതുപോലെയാണ് ജെൻഡർ അല്ലെങ്കിൽ സെക്സ്, ലിംഗഭേദം. ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന ക്യാൻസറുകളുണ്ട്, പുരുഷന്മാരിൽ മാത്രമായി കണ്ടുവരുന്ന ക്യാൻസറുണ്ട്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ പുരുഷന്മാരിൽ മാത്രമായി കണ്ടുവരുന്ന ക്യാൻസറാണ്. അതുപോലെ സ്ഥാനാർബുദം പുരുഷന്മാരിലും വരാം, എങ്കിലും സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ജെൻഡർ ഡിഫറൻസ്, നമ്മുടെ ഈ പുരുഷനാണോ സ്ത്രീയാണോ, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഫാക്ടറല്ല. അതുപോലുള്ളൊരു ഫാക്ടറാണ്, നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ഫാക്ടറാണ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ട്, നമുക്ക് അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ പേരമ്മ, വല്യമ്മ, വല്യച്ഛൻ, ഇങ്ങനെ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അവർക്കതിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനിതകമായ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്കും ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ലിംഗഭേദം, പ്രായം, ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, നമ്മുടെ പാരമ്പര്യമായി ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഒരു 5% മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 95% ക്യാൻസറുകളും വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയാണ് 95% ക്യാൻസറുകളും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഒന്ന്, ശരീരഭാരം അല്ലെങ്കിൽ ബോഡി വെയ്റ്റ്. രണ്ടാമത്, ശാരീരിക പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി. മൂന്നാമത്, നമ്മുടെ ഭക്ഷണക്രമം ഓർ ഡയറ്റ്. നാലാമത്, നമ്മുടെ ഹാബിറ്റ്സ് ഓർ ശീലങ്ങൾ. അപ്പോൾ ആദ്യമായി ശരീരഭാരം അല്ലെങ്കിൽ ബോഡി വെയ്റ്റ്. ശരിക്കും ബോഡി വെയ്റ്റ് നമ്മൾ BMI പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു നോർമൽ റേഞ്ചിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിത് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടായതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൊക്കം എത്ര സെൻറ്റിമീറ്റർ നോക്കുക, അതിൽ നിന്ന് 100 കുറയ്ക്കുക. ഇപ്പോൾ 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെങ്കിൽ 100 കുറച്ച് കഴിഞ്ഞാൽ 70 കിലോ, ആ 70 അടുപ്പിച്ചായിരിക്കണം അയാളുടെ ബോഡി വെയ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ ബോഡി വെയ്റ്റ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കറക്റ്റ് ഈ ഒരു റേഞ്ചിൽ ബോഡി വെയ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുക? അത് നമ്മുടെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനക്ഷമത. ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ആ ബോഡി വെയ്റ്റ് ആ റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യുക. ശരിക്കും WHO പറയുന്ന പ്രകാരം 150 മിനിറ്റ് തൊട്ട് 300 മിനിറ്റ്, 150 to 300 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി പെർ വീക്ക്, അതാണ് WHO പറയുന്നത്. അതായത് ഒരാഴ്ചയിൽ 2.5 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ എക്സർസൈസ് ചെയ്യുക, ദ്രുതഗതിയിലുള്ള വ്യായാമം. ആ ഒരു വ്യായാമം ചെയ്തിട്ട് നമ്മുടെ ബോഡി വെയ്റ്റ് ഈ പറഞ്ഞ ഒരു പ്രിസ്ക്രൈബ് ലെവലിനകത്ത് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഭക്ഷണത്തിൽ ശരിക്കും നമ്മൾ പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിൻ്റെ പകുതിയും വരേണ്ടത് പച്ചക്കറികളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ടാവണം നമ്മുടെ മൊത്തമുള്ള ഭക്ഷണത്തിൻ്റെ പകുതിയും വരേണ്ടത്. ബാക്കിയുള്ള 4 മാത്രമേ അന്നജമടങ്ങിയ ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ദോശ, അരി, ചോറ് പോലുള്ള ഫാസ്റ്റ് ഫുഡ് ആഹാരങ്ങൾ, അതായത് കോള, ഡ്രിങ്ക്സ്, ബർഗർ, ഈ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ 4 മാത്രമേ ആവാവുള്ളൂ. അതുപോലെ 4 മാത്രമേ ആവാവുള്ളൂ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് മീൻ, മുട്ട, ഇറച്ചി, പാല് മുതലായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും 4 മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പ്രധാനം പകുതിയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആവണം വരേണ്ടത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിൽ നമുക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അന്നജമടങ്ങിയ ഭക്ഷണമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഏറ്റവും കുറച്ചേ കഴിക്കുന്നുള്ളൂ.
അപ്പോൾ ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, പൂർണ്ണമായും നമുക്ക് ശരിയാക്കാൻ പറ്റണം എന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കുകയാണെങ്കിലും രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടുത്ത് വയ്ക്കുക. എന്നിട്ട് പറ്റുന്ന പോലെ ആ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരീരഭാരം പറഞ്ഞു, ശാരീരിക പ്രവർത്തനക്ഷമത പറഞ്ഞു, അതുപോലെ നമ്മുടെ ഡയറ്റ് പറഞ്ഞു. ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹാബിറ്റ്സ്. നാലാമതായിട്ടുള്ള കാര്യമാണ് ഹാബിറ്റ്സ് ഓർ ശീലങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുകയില ഉപയോഗം, മദ്യപാനം ഇവയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ. ഇപ്പോൾ വായിലെ ക്യാൻസർ ആവട്ടെ, എൻ്റയർ എയറോ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ വാ തൊട്ട് തുടങ്ങി അന്നനാളം, ആമാശയം, ചെറുകുടൽ, വലിയ കുടൽ, അതേപോലെ കരൾ, വൃക്ക, എല്ലായിടത്തെയും ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരാണ് പുകയിലയും മദ്യപാനവും. അപ്പോൾ നമുക്ക് പുകയില പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, മദ്യപാനം കഴിയുന്നത്ര കുറച്ച് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻസർ വരുവാണെന്ന് സ്വയം സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചില ക്യാൻസറുകൾക്ക് നമുക്ക് സ്വയം പരിശോധനയിലൂടെ ആ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഓറൽ ക്യാൻസർ, വായ്ക്കകത്തുള്ള ക്യാൻസർ, അല്ലെങ്കിൽ സ്തനാർബുദം, മാറിലെ ക്യാൻസർ, ഇവയൊക്കെ നമുക്ക് സ്വയം പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ക്യാൻസറുകളാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.